ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ സേതു ഒരു സ്വപ്നം കാണുന്നതാണ്. സ്വപ്നത്തിൽ അവനൊരു മാവോയിസ്റ്റ് ആയിരുന്നു. തന്റെ കൂട്ടാളികളുമായിട്ട് ഒരു റിസോർട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് പോലീസുകാർ അവിടേക്ക് അവരെ പിടിക്കാൻ വരുന്നതും ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ കാട്ടിൽ വെച്ച് കാൽവഴുതി വീണ് അവന്റെ കാലിൽ ഒരു കമ്പ് കൊണ്ട് കയറുന്നതുമായിരുന്നു അവൻ സ്വപ്നം കാണുന്നത്. ഞെട്ടി എഴുന്നേറ്റ് അവനാകട്ടെ കാല് പരിശോധിക്കുന്നു. കാലിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ സ്വപ്നം കണ്ടപ്പോൾ ഉണ്ടായ കാലിനേറ്റ മുറിവിന്റെ വേദന അവനിപ്പോൾ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നുന്നു. വയനാട് ജില്ലയിലെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് സേതുവിന്റെ വീട്. അവന്റെ വീട്ടിലിപ്പോൾ അവന്റെ ചേട്ടൻ മധു മാത്രമേ ഉള്ളൂ. മറന്നു കിടക്കുന്ന മധുവിന് എന്തിനു ഏതിനും സേതുവിന്റെ സഹായം വേണമായിരുന്നു. കൂടാതെ അയാൾക്ക് മാനസിക പ്രശ്നങ്ങളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അയാൾ ഹാലുസിനേറ്റ് ചെയ്യും. മരിച്ചുപോയ ഇവരുടെ അങ്കിളായ മാർക്കോസിനെയായിരുന്നു അയാൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. തന്റെ ബെഡിന്റെ അടുത്ത് കിടക്കുന്ന കസേരയിൽ മാർക്കോസ് ഇരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് മാർക്കോസിനോട് ഈ മധു സംസാരിക്കുമായിരുന്നു. 12 വർഷം മുമ്പ് ഒരു അടിപിടിക്കിടെയാണ് മാർക്കോസ് എന്ന് പറയുന്ന ഇവരുടെ അങ്കിള് മരിക്കുകയും നട്ടലിന് കുത്തേറ്റ മധുവിന് കാലിന് സ്വാധീനമില്ലാതാവുകയും മാനസിക നില തകരാറിലാകുകയും ചെയ്തത്. മാർക്കോസിനെ മധു ഇടയ്ക്കിടയ്ക്ക് ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സേതു അതിനൊന്നും തന്നെ എതിര് പറയുകയോ അല്ലെങ്കിൽ മാർക്കോസ് മരിച്ചുപോയെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മാർക്കോസായിട്ട് സേതു തന്നെ അഭിനയിക്കുമായിരുന്നു. ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ് നളിനി. ഈ കാര്യങ്ങളെല്ലാം അവർക്കും അറിയാം. അതുകൊണ്ട് മധു ഇടയ്ക്കിടയ്ക്ക് മാർക്കോസിനടുത്ത് സംസാരിക്കുമ്പോൾ മാർക്കോസ് അവിടെ ഇരിക്കുന്നത് പോലെ ആ ജോലിക്കാരൻ നളിനിയും അഭിനയിക്കും. അല്ലെങ്കിൽ ഇത് മധുവിന്റെ മാനസിക നില വീണ്ടും തെറ്റാൻ കാരണമാകുമെന്ന് സേതു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിന്റെ അടുത്തായിട്ട് ട്രീ ഹൗസിൽ താമസിക്കുന്ന ഇയാളുടെ പേര് നമ്പ്യാർ എന്നാണ്. അയാളുടെ കയ്യിലൊരു തോക്കും ഉണ്ടായിരുന്നു. ഇയാൾക്ക് സേതുവിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന നളിനി ഒരു നോട്ടമുണ്ട്. ആ തോക്ക് കാണിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ സേതുവിനെ പേടിപ്പിക്കുകയും ചെയ്യും. സേതു ആകട്ടെ അധികം ആരോടും അങ്ങനെ സംസാരിക്കാത്ത കൂട്ടത്തിലായിരുന്നു. ആരോടും വഴക്കിന് പോകാൻ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സേതു സ്വപ്നം കണ്ട പോലെ തന്നെ തലേന്ന് കുറച്ച് പോലീസുകാര് മാവോയിസ്റ്റുകളെ പിടിക്കാൻ റിസോർട്ടിൽ കയറുകയും അവിടെ വെച്ച് പോലീസുകാരും മാവോയിസ്റ്റുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 മാവോയിസ്റ്റുകൾ മരിച്ചു. പക്ഷെ അർമിയാസ് എന്ന് പറയുന്ന ഈ പോലീസുകാരന്റെ തോക്ക് കൊടുത്തുകൊണ്ട് ഒരു മാവോയിസ്റ്റ് രക്ഷപ്പെട്ടു പോയി എന്ന് അയാൾ പറയുന്നു. എങ്ങനെയെങ്കിലും ആ മാവോയിസ്റ്റിനെ കണ്ടുപിടിച്ച് തോക്ക് തിരിച്ചെടുക്കാനായിരുന്നു അർമിയാസ് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് അർമിയാസിന് നല്ല പ്രഷറും ഉണ്ട്. തൽക്കാലം അർമിയാസിന് സസ്പെൻഷൻ കിട്ടി. തോക്കും കണ്ടുപിടിച്ചിട്ട് താൻ തിരിച്ച് ജോയിൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അർമിയാസ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചത്. തിരുനെല്ലിയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ജോലിക്കാരനായിരുന്നു നമ്മുടെ നായകനായ സേതു. നാളായിട്ട് സേതു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളെയും പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ശേഷവും ഒരു പെണ്ണുകാണലുണ്ടായിരുന്നു. ഡോക്ടറോട് പെർമിഷൻ എടുത്ത ശേഷം സേതു പോകാൻ തുടങ്ങിയതും ഡോക്ടർ പറയുന്നുണ്ട് തനിക്ക് കുറച്ച് ബിയർ ബോട്ടിൽ വാങ്ങിക്കൊണ്ടുവരണം, ഇന്ന് വൈകിട്ട് ഒരു പാർട്ടി ഉണ്ടെന്ന്. ഹോസ്പിറ്റലിലെ വണ്ടി എടുത്തിട്ടാണ് സേതു ബോർഡർ കടന്ന് ബിയർ വാങ്ങാൻ പോകുന്നത്. എന്നാൽ തിരിച്ചു വരുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റിൽ വെച്ച് വണ്ടി പോലീസ് പിടിച്ചു. ഇത്രയും ബിയർ ബോട്ടിൽ കടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് സേതുവിനെതിരെ കേസെടുക്കാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ സേതു അപ്പോഴേക്കും ആ നാട്ടിലെ ഒരു പൊളിറ്റീഷ്യനായ ജാഫറിക്കെ വിളിക്കുന്നു. ജാഫർ വന്ന ഉടനെ സേതുവിന്റെ മുഖത്തടിക്കുന്നു. ഹോസ്പിറ്റലിലെ വണ്ടി എടുത്തിട്ടാണോടാ നീ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ചോദിച്ച്. എന്നാൽ ഡോക്ടർ പറഞ്ഞിട്ടാണ് താൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ലെന്ന് സേതു പറയുന്നു. പോലീസുകാരോട് സംസാരിച്ച് എങ്ങനെയൊക്കെയോ പ്രശ്നം സോൾവ് ആക്കി ജാഫർ സേതുവിനെയും കൂട്ടി അവിടെ നിന്നും പോയി. തനിക്ക് ഇവിടെ നിന്നും സിറ്റിയിലേക്ക് ഒരു ട്രാൻസ്ഫർ വാങ്ങിത്തരാൻ വേണ്ടിയിട്ട് പല തവണയായിട്ട് സേതു ജാഫറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടന് സുഖമില്ലാതിരിക്കല്ലേ, എന്തെങ്കിലും പെട്ടെന്ന് വന്നുപോയി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. സിറ്റിയിലാകുമ്പം ചേട്ടനെയും തനിക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോയാലോ, അവിടെ നല്ല ഹോസ്പിറ്റൽ ഉണ്ടാകുമല്ലോ എന്നായിരുന്നു സേതുവിന്റെ സമാധാനം. വൈകിട്ട് വീട്ടിലെത്തിയ ശേഷം സേതുവും മധുവും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. ജാഫർ തന്നെ അടിച്ച കാര്യം സേതു പറഞ്ഞതും മധു ആകട്ടെ അവനെ വഴക്ക പറയുന്നു. ഇവരുടെയൊക്കെ അടിയും കൊണ്ട് നീ എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. സേതു ഒരു പാവമായതുകൊണ്ട് തന്നെ ആരോടും ഒന്നും തിരിച്ചു പറയാറില്ലായിരുന്നു. അന്നത്തെ പെണ്ണുകാണൽ മുടങ്ങിയത് കാരണം പിറ്റേന്നത്തേക്ക് അവൻ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. കൂടെ ജാഫറും അവന്റെ ഫ്രണ്ടായ അർമിയാസും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കാണിച്ച അതേ പോലീസുകാരൻ. അത് ഹാലുസിനേറ്റ് ചെയ്യുന്ന ഇവരുടെ അങ്കിളായ മാർക്കോസിന്റെ മകനായിരുന്നു ഈ അർമിയാസ്. സേതു പെണ്ണ് കാണാൻ പോയത് മിനി എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. പക്ഷെ മോഡേൺ ആയ മിനിയാകട്ടെ ഒരു ടീച്ചറായിരുന്നു. സേതുവിന് മിനിയെ ഇഷ്ടപ്പെട്ടു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർമിയാസ് ആ വീടിന് ചുറ്റും എല്ലാം പരിശോധിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ മാവോയിസ്റ്റ് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് അർമിയാസിനറിയാം. എവിടെയെങ്കിലും അവൻ ഒളിച്ചിരിക്കുകയായിരിക്കും. കാട് വിട്ട് അവൻ എന്തായാലും പോയിട്ടുണ്ടാവില്ല. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണമെന്ന് കരുതിയാണ് അർമിയാസ് ആ ഭാഗങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മധുവിന് ഈ അപകടമൊക്കെ പറ്റുന്നതിന് മുൻപ് തന്നെ അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മധുവിന്റെ ഈ അവസ്ഥയ്ക്ക് ശേഷം മധുവിന്റെ വൈഫും മകനും വേറെയാണ് താമസം. മധുവിനെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സ്വർണം പണയം വെച്ചിട്ടായിരുന്നു മധുവിന്റെ കുറച്ച് ചികിത്സയൊക്കെ നടത്തിയത്. ആ സ്വർണം തിരിച്ചെടുക്കാനുള്ള കാശൊക്കെ ഇപ്പോഴും സേതു കൊടുക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് മധുവിനെ കാണാനോ അയാളുടെ കൂടെ ജീവിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് സേതു തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ജോലിക്കാരി നളിനിയാകട്ടെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് ജോലി രാജിവെച്ച് പോയിരിക്കുന്നു. ആ കത്തിലുണ്ടായിരുന്നത് നമ്പ്യാരെ പറ്റിയുള്ള കുറ്റങ്ങളായിരുന്നു. ആ ട്രീ ഹൗസിൽ താമസിക്കുന്ന നമ്പ്യാരാകട്ടെ മോശമായിട്ട് നളിനിയോട് പെരുമാറുകയും വൃത്തികെട്ട നോട്ടം നോക്കുകയും ചെയ്തു. നളിനി ഇത് കുറെ ദിവസങ്ങളായിട്ട് നേരിടുന്നുണ്ടായിരുന്നു. അത് കാരണം ശല്യം സഹിക്കവയ്യാതെ ഇനി ഇവിടെ ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നളിനി പോയത്. മധു പറയുന്നുണ്ട് താനും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഇനിയിപ്പോ വീട്ടിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും ജോലിക്ക് കൊണ്ട് നിർത്താതെ സേതുവിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം
അവൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ മധു വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചോറും കറിയും ഒന്നുമില്ല. ആരോ ഉണ്ടായിരുന്ന ചോറൊക്കെ എടുത്ത് കഴിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ആരെങ്കിലും വന്നിരുന്നു എന്ന് സേതു മധുവിനോട് ചോദിക്കുമ്പോൾ മധു പറയുന്നത് മാർക്കോസ് അല്ലാതെ വേറെ ആരും വന്നില്ല എന്നാണ്. മാർക്കോസ് വരികയും ചെയ്തു, ചോറും കറി എടുത്ത് കഴിക്കുകയും ചെയ്തു. ഹാലൂസിനേഷനിലൂടെ കാണുന്ന മാർക്കോസ് എങ്ങനെ ചോറും കറി കഴിക്കുമെന്നാണ് സേതു ചിന്തിച്ചത്. അവൻ അവിടെയെങ്ങും നോക്കിയിട്ട് ആരെയും കണ്ടതുമില്ല. എന്തായാലും അന്ന് രാത്രി അവൻ കുറച്ച് പേടിച്ചാണ് കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ബ്ലഡ് കാണുന്നുണ്ട്. ആരോ ബ്ലഡ് പറ്റിയ കാലുമായിട്ട് നടന്നതിന്റെ പാടുകള്. തട്ടുംപുറത്തേക്കാണ് ആ പാടുകൾ പോയിരിക്കുന്നത്. അവനൊരു കത്തിയും എടുത്ത് അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആരോ പൊതിച്ചുമൂടി കിടന്നുറങ്ങുന്നതാണ്. ഇവന്റെ സൗണ്ട് കേട്ടതും അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു തോക്കും ഉണ്ടായിരുന്നു. അതോടെ സേതു ആദ്യ നോട്ടത്തിൽ തന്നെ വിചാരിക്കുന്നത് ഇത് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മാവോയിസ്റ്റ് ആയിരിക്കും എന്നാണ്. ചേട്ടൻ മാവോയിസ്റ്റ് ആണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇവനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാവോയിസ്റ്റ് ആണെന്ന് സമ്മതിക്കുകയും ചെയ്തു. ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയെന്ന് പറയുന്നു. അയാളുടെ കാല് മുറിഞ്ഞിട്ട് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. തട്ടുംപുറത്ത് ബഹളം കെട്ടിട്ട് താഴെ കിടന്ന് മധു ചോദിക്കുന്നുണ്ട് അവിടെ ആരാണെന്ന്, നീ ആരോടാ സംസാരിക്കുന്നതെന്ന്. അത് മാർക്കോസ് ആണോ? ആണെങ്കിൽ അവനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. ഈ തോക്കും ചൂണ്ടി നിൽക്കുന്ന ആളുടെ പേര് രാജേന്ദ്രൻ എന്നായിരുന്നു. അയാൾ സേതുവിനോട് ചോദിക്കുന്നുണ്ട് ആരാ ഈ മാർക്കോസ് എന്ന്. സേതു പറയുന്നുണ്ട് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, മാർക്കോസ് എന്ന് പറയുന്ന ആരുമില്ല, അത് ഞങ്ങളുടെ മരിച്ചുപോയ അങ്കിളാണെന്ന്. എന്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഹാലൂസിനേറ്റ് ചെയ്യും. താൻ ഇവിടെ ഉണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ പേടിപ്പിക്കുന്നു. സേതു പറയുന്നുണ്ട് താൻ ആരോടും പറയില്ലാന്ന്. ചേട്ടനും ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. താൻ ചേട്ടനെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞിട്ട് സേതു മധുവിനെയും വീൽചെയറിലാക്കി ബാത്റൂമിലേക്ക് പോകുന്നു. മറ്റൊരിടത്ത് നമ്മുടെ അർമിയാസ് ആകട്ടെ ഈ മാവോയിസ്റ്റിനെ അന്വേഷിച്ച് നടക്കുകയാണ്. രക്ഷപ്പെട്ടു പോയ മാവോയിസ്റ്റിന്റെ ഒരു ഫോട്ടോയും അർമിയാസിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് നമ്മുടെ സേതുവിന്റെ വീട്ടിലുള്ള രാജേന്ദ്രനായിരുന്നു. അർമിയാസിന്റെ തോക്കടിച്ചുകൊണ്ട് പോയതും രാജേന്ദ്രനായിരുന്നു. അതുകൊണ്ട് അർമിയാസ് ഇപ്പോൾ രാജേന്ദ്രനെ അന്വേഷിച്ചാണ് നടക്കുന്നത്. ബാത്റൂമിൽ നിന്ന് വന്ന മധു ആകട്ടെ നേരെ കാണുന്നത് നമ്മുടെ രാജേന്ദ്രനെയാണ്. പക്ഷെ മധുവിന്റെ ഹാലൂസിനേഷനിൽ അത് മാർക്കോസ് ആയിട്ടാണ് തോന്നുന്നത്. മധു അവനെ നോക്കി മാർക്കോസ് എന്ന് വിളിക്കുന്നു. നീ എന്തിനാ എവിടെ ഇരിക്കുന്നത്? നീ പോയി വല്ല ചായ ഇട്ട് കുടിക്കുന്ന മധു പറയുന്നുണ്ട്. അതോടെ സേതുവിനും മനസ്സിലായി തലേന്ന് രാത്രി മാർക്കോസ് വന്ന് ചോറും കറിയും എടുത്ത് കഴിച്ചു എന്ന് തന്റെ ചേട്ടൻ പറഞ്ഞത് ഈ രാജേന്ദ്രനെ ഉദ്ദേശിച്ചിട്ടാണെന്ന്. നിങ്ങളാണ് ഇവിടെ നിന്ന് ഫുഡ് എടുത്ത് കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ രാജേന്ദ്രൻ അത് സമ്മതിക്കുകയും ചെയ്തു. തനിക്ക് ഇപ്പോഴും നന്നായിട്ട് വിശക്കുന്നുണ്ട്, ആഹാരം ഉണ്ടാക്കി തരാൻ പറയുന്നു. സേതു എങ്ങനെയൊക്കെയോ ഫുഡ് കുക്ക് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു. മധുവിനെ സംബന്ധിച്ച് ഒരു കൂസലുമില്ല. തന്റെ അങ്കിള് മാർക്കോസ് ആയിട്ട് തന്നെയാണ് മധു രാജേന്ദ്രനെ കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം. രാജേന്ദ്രനും ഇപ്പോൾ അങ്ങനെ അഭിനയിച്ചു തുടങ്ങിയിരുന്നു. കാരണം മധുവിന്റെ മാനസിക നില തകരാറിലായിരിക്കുകയാണെന്ന് രാജേന്ദ്രന് മനസ്സിലായി. തനിക്ക് സേഫ് ആയിട്ടിരിക്കാൻ ഒരു സ്ഥലം വേണമെന്നും തൽക്കാലം നീ ഇന്ന് ജോലിക്ക് പോകണ്ടെന്നും രാജേന്ദ്രൻ സേതുവിനോട് പറയുന്നു. ലീവില്ലാന്ന് പറഞ്ഞിട്ടും രാജേന്ദ്രൻ കേട്ടില്ല. തോക്കു ചൂണ്ടി പേടിപ്പിക്കുന്നത് കാരണം സേതു ഒന്ന് ജോലിക്ക് പോയില്ല. 10 ദിവസം മുഴുവൻ അവർ വീട്ടിനുള്ളിൽ ചെലവഴിച്ചു. രാത്രിയില് മധുവിന്റെ കട്ടിലിന്റെ താഴെ തന്നെയാണ് സേതുവും രാജേന്ദ്രനും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത്. ട്രീ ഹൌസില് തോക്കും ചൂണ്ടി നിന്ന് വന്യജീവികളെ പിടിക്കുന്ന നമ്പ്യാരനെ രാജേന്ദ്രനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ജാഫർ വന്ന് സേതുവിനെ വിളിക്കുമ്പോഴാണ് അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ജാഫർ രാവിലെ വരാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. മിനിയും മിനിയുടെ കുറച്ച് ആൾക്കാരും സേതുവിന്റെ വീട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ എന്താ പറയാതെ വരുന്നതെന്ന് സേതുവും ചിന്തിക്കുന്നു. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആൾക്കാരെല്ലാം അങ്ങോട്ടേക്ക് വന്നു. ബഹളമൊക്കെ കേട്ടിട്ട് രാജേന്ദ്രനാകട്ടെ മധുവിന്റെ കട്ടിലിന്റെ അടിയിലേക്ക് ഒളിച്ചു. മധു ആകട്ടെ രാജേന്ദ്രനെ നോക്കി ചോദിക്കുന്നുണ്ട് മാർക്കോസ് എന്തിനാ ഒളിക്കുന്നത്, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന്. കത്തി എടുത്തുകൊണ്ടായിരുന്നു മധു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. മിനിയും കൂട്ടരും വന്ന് കാണുമ്പോൾ മധു കത്തിയായിട്ടിരിക്കുന്നു. അവരെല്ലാവരും പേടിച്ച് പുറത്തേക്കോടി. എന്നാൽ സേതു അവരോട് കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല, ചേട്ടന് ചെറിയ പ്രശ്നമുണ്ട്. രാവിലെ ടിവിയുടെ റിമോട്ടാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കത്തിയെടുത്തതായിരിക്കുമെന്ന്. രാവിലെ മുതൽ രാത്രി വരെയും സിനിമ കാണുന്നതായിരുന്നു മധുവിന്റെ പ്രധാന ഹോബി. കൂടുതലും കമൽഹാസൻ സിനിമാസ് ആയിരുന്നു മധു കണ്ടുകൊണ്ടിരുന്നത്. മിനിയും കൂട്ടരും വീട്ടിൽ നിന്ന് പോയതോടുകൂടി കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്ന രാജേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ജാഫർ ആകട്ടെ മിനിയോട് പറയുന്നുണ്ട് ഇവനെ കണ്ടിട്ട് കുട്ടി പേടിക്കണ്ട, സേതു നല്ല പയ്യനാണ്, അവനാണ് അവന്റെ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന്. സേതുവിനെ ഓൾറെഡി മിനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാത്രിയായപ്പോഴേക്കും സേതു ആകട്ടെ രാജേന്ദ്രന്റെ മുറിവെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. എന്റെ ചേട്ടൻ എങ്ങനെ ഇത്രയും സിനിമ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് ആ ജാഫറിന് മുൻപ് ഒരു CD കടയായിരുന്നു എന്ന്. ബ്ലൂ ഫിലിംസ് ഒക്കെ വിൽക്കാൻ തുടങ്ങിയതോടുകൂടി പോലീസ് വന്ന് കട പൂട്ടി. ആ CD എല്ലാം ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പൊ തന്റെ ചേട്ടൻ ആ സിനിമകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. CD കട പോയതോടുകൂടിയാണ് അയാൾ പൊളിറ്റീഷ്യനായി മാറിയത്. ശരിക്കും മാർക്കോസ് ആരാണെന്ന് ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട് മാർക്കോസ് എന്ന് പറയുന്നത് ശരിക്കും തങ്ങളുടെ ഇളയപ്പനാണെന്ന്. മധുവും മാർക്കോസും വലിയ സുഹൃത്തുക്കളായിരുന്നു. നാട്ടിൽ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നടക്കുന്ന കാലം. അവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നത് കൂടുതലും ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ കുറച്ച് കൂലിയും കൊടുത്തിട്ട് വൈകുന്നേരം ചായക്ക് പകരം മദ്യം കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് കുറേയധികം പണിയെടുപ്പിക്കും. കൂടുതലും തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം മദ്യപാനികളായി മാറും. അങ്ങനെ ഒരു ട്രൈബൽ യുവാവ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ തോട്ടത്തിന്റെ മുതലാളിയുടെ അടുത്ത് സംസാരിക്കാൻ പോയതായിരുന്നു മാർക്കോസും മധുവും. മധ്യസ്ഥതയ്ക്ക് പോയ അവരുമായിട്ട് മുതലാളിയുടെ ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കുകയും ദേഷ്യത്തിൽ ആ ആൾക്കാര് ഇവരുടെ മാർക്കോസ് അളയപ്പനെ കൊല്ലുകയും മധുവിന്റെ നടുവിൽ കുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് മധു ഈ അവസ്ഥയിലായത്. ഈ അവസ്ഥയിലായ മധുവിന്റെ വൈഫും മകനും അയാളെ ഉപേക്ഷിക്കുകയും ചെയ്തു. മാർക്കോസിന്റെ മരണം കണ്ട മധുവിന് അത് വലിയൊരു ഷോക്കായിരുന്നു. മാനസിക നില കുറച്ച് തകരാറിലുമായി. ഇപ്പോൾ മാർക്കോസിനെ ഹാലൂസിനേഷനിലൂടെ കാണുകയും ചെയ്യുന്നു.
ചെയ്യുന്നു. അർമിയാസ് ഇപ്പോഴും രാജേന്ദ്രനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനമായിട്ട് രാജേന്ദ്രന്റെ ഫോണിന്റെ സിഗ്നൽ കിട്ടിയ സ്ഥലം അവർ പരിശോധിക്കുന്നു. അതിനുശേഷം രാജേന്ദ്രൻ എങ്ങോട്ട് പോയെന്ന് അവർക്കറിയില്ലായിരുന്നു. ആ ഏരിയയിലെല്ലാം ഒരുപാട് വീടുകളുണ്ട്. അതിലൊരു വീട് നമ്മുടെ സേതുവിന്റേതുമാണ്. അന്ന് രാവിലെ ഉറക്കമുണരാൻ രാജേന്ദ്രനെ കുറിച്ച് വൈകിട്ടുണ്ടായിരുന്നു. അവൻ ഉണർന്നു നോക്കുമ്പോ അവിടെ സേതുവില്ല. സേതു ആരോടെങ്കിലും തന്റെ കാര്യം പറയാൻ പോയതാണോ എന്ന് രാജേന്ദ്രൻ പേടിക്കുന്നു. അവിടെ എല്ലാം സേതുവിനെ അന്വേഷിച്ചെങ്കിലും അവിടെ എങ്ങും അവനുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കത്ത് മാത്രം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. തനിക്കിന്ന് ജോലിക്ക് പോയെങ്കിലേ പറ്റൂ, ഇനിയും പോകാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അന്വേഷിച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ചേട്ടന് രാവിലെ ഉച്ചയ്ക്കും കൊടുക്കാനുള്ള ഗുളിക മറക്കാതെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗുളിക കൂടി ആ കത്തിന്റെ കൂടെ സേതു വെച്ചിട്ടുണ്ടായിരുന്നു. സേതു ശരിക്കും ആൾക്കാരെ വല്ലതും കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാജേന്ദ്രൻ നളിനി അവിടെ ഇട്ടിട്ട് പോയ ഒരു ഡ്രസ്സ് എടുത്തിടുന്നു. തലവഴി ഒരു തോർത്തൊക്കെ കെട്ടി പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. എന്നാൽ ട്രീ ഹൗസിൽ നിന്ന് നമ്പ്യാരാകട്ടെ ഇത് കാണുന്നുണ്ട്. നമ്പ്യാര് വിചാരിച്ചത് അത് നളിനിയാണെന്നാണ്. നളിനി വീണ്ടും ജോലിക്ക് കയറിയെന്ന് ചിന്തിച്ച് അയാൾ നളിനിയെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വീടിന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഇത് മധു കാണുന്നുണ്ട്. മധു തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ജനലിലേക്ക് എറിയുന്നു. അത് കണ്ട് പേടിച്ച് നമ്പ്യാർ അവിടെ നിന്നും പോയി. ഈ നമ്പ്യാരെ കൊണ്ടുള്ള ശല്യം കൂടിക്കൂടി വരികയാണെന്ന് രാജേന്ദ്രന്റെ മനസ്സിലായി. കാരണം അയാൾ എപ്പോഴും നളിനിയെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി നടക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാനും സാധ്യതയുണ്ട്. ഗ്രാമത്തിൽ നടന്നൊരു മെഡിക്കൽ ക്യാമ്പിലായിരുന്നു അന്ന് സേതുവിന് ഡ്യൂട്ടി. അവിടെ അയൽവീട്ടിലെ കുട്ടികളുമായിട്ട് മിനിയും വരുന്നുണ്ട്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും സേതുവിനെ വിവാഹം കഴിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നുള്ള കാര്യത്തിൽ മിനി അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാജേന്ദ്രനെ അന്വേഷിച്ച് പല വീടുകളിലും അർമിയാസും കൂട്ടരും പോവുകയും സംശയമുള്ള ആൾക്കാരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് അന്ന് സേതു വീട്ടിലെത്തിയപ്പോഴേക്കും രാജേന്ദ്രൻ അവനെ കൈയോടെ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നു. എന്തിനാ കത്തെഴുതി വെച്ച് എന്നോട് പറയാതെ പോയെന്ന് ചോദിച്ച്. എന്നാൽ സേതു പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതിന്റെ മെയിൻ കാരണം കുറച്ച് മരുന്നെടുക്കാനാണെന്ന്. നിങ്ങളുടെ കാലിൽ ഇനിയും മരുന്ന് വെച്ചില്ലെങ്കിൽ അത് പഴുത്ത് കാല് മുറിച്ച് കളയേണ്ടി വരും. കൊണ്ടുവന്ന മരുന്നെല്ലാം തന്നെ രാജേന്ദ്രന്റെ കാലിൽ സേതു വെച്ചു കൊടുക്കുന്നു. പതിയെ പതിയെ രാജേന്ദ്രൻ സേതുവിനെ വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ എന്തായാലും തന്നെ ചതിക്കില്ലെന്ന് അയാൾക്ക് ഏകദേശം ഉറപ്പായി. നമ്പ്യാരുമായിട്ട് നിനക്കെന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ സേതു രാജേന്ദ്രനോട് പറയുന്നുണ്ട് തന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് നമ്പ്യാരുമായിട്ട് ചേർന്നിട്ട് കുരുമുളക് കൃഷി നടത്തിയിരുന്നു എന്ന്. കൃഷിയിൽ ലാഭമൊക്കെ വന്നു തുടങ്ങിയപ്പോഴേക്കും നമ്പ്യാര് സേതുവിന്റെ അച്ഛനെ പറ്റിക്കാൻ തുടങ്ങി. ഒടുവിൽ കച്ചവടം പൊട്ടിക്കഴിഞ്ഞപ്പോൾ സേതുവിന്റെ വീട്ടുകാർ കടത്തിലായി. അങ്ങനെ ഇരിക്കെ തോട്ടത്തിൽ പണിയെടുക്കാൻ വന്ന ഒരു സ്ത്രീയുടെ കൂടെ സേതുവിന്റെ അച്ഛൻ ഇവിടെ നിന്ന് നാടുവിട്ടുപോയി. അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോയതോടുകൂടി ആകെ സങ്കടത്തിലായ സേതുവിന്റെ മധുവിന്റെ അമ്മ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം സേതുവും മധുവും ഇവരുടെ മാർക്കോസ് അളയപ്പനുമായിരുന്നു ഒരു കുടുംബമായിട്ട് കഴിഞ്ഞത്. അയാൾ ആ ട്രീ ഹൗസ് വെച്ചിരിക്കുന്ന സ്ഥലമെല്ലാം തന്നെ തങ്ങളുടേതാണ്. അച്ഛൻ മരിക്കുകയും ചെയ്തു. ചേട്ടൻ ഈ അവസ്ഥയിലുമായി. അതോടുകൂടി സർവേക്കല്ല് മാറ്റി മാറ്റി ഞങ്ങളുടെ സ്ഥലത്തിന്റെ പകുതിയോളം അയാൾ കൈവശപ്പെടുത്തി. എന്റെ കുടുംബം തന്നെ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ ഒരു പ്രധാന കാരണം നമ്പ്യാരാണെന്നും സേതു പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് അർമിയാസും ജാഫറും കൂടി മദ്യപിക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നു. അതോടെ രാജേന്ദ്രൻ ആകെ ടെൻഷനിലായി. എന്നാൽ സേതു പറയുന്നുണ്ട് അവരങ്ങനെ അകത്തേക്ക് കയറാറില്ല, എവിടെയെങ്കിലും കയറി ഒളിച്ചിരുന്നോളാം. ഇവർ വന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതുവിന് ആകെ ടെൻഷനായിരുന്നു. സേതു ഇതുവരെയും 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. അതുകൊണ്ട് 10ലെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവൻ പലയിടങ്ങളിലും ട്യൂഷന് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. മിനി നടത്തുന്ന ട്യൂഷൻ സെന്ററിലേക്ക് ഇനി മുതൽ പോയി തുടങ്ങാൻ ജാഫർ ആകട്ടെ സേതുവിനോട് പറയുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അകത്ത് കിടന്ന മധു ആകട്ടെ അർമിയാസിനെ വിളിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ മാർക്കോസ് ഇവിടെയുണ്ട്, നീ വന്ന് സംസാരിക്കുന്നില്ലേ, നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്നൊക്കെ മധു അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. മധുവിന്റെ ഹാലൂസിനേഷനെ പറ്റി അർമിയാസിന് അറിയാം. അത് കാരണം അർമിയാസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മരിച്ചുപോയ തന്റെ അച്ഛന്റെ പേരും പറഞ്ഞിട്ട് ഇയാൾ ഹാലൂസിനേറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മാർക്കോസ് മാർക്കോസ് എന്ന് വിളിക്കുന്നത് കാരണം രാജേന്ദ്രനെ പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ അർമിയാസിന് മനസ്സിലാകുന്നുണ്ട് രാജേന്ദ്രന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നുവെന്ന്. രേണുക എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ആ മാവോയിസ്റ്റുകൾ വന്നിരുന്ന റിസോർട്ടിൽ തന്നെയായിരുന്നു രേണുക റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നത്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ രേണുകയുടെ അർമിയാസ് ചോദിക്കുമ്പോൾ രേണുക പറയുന്നുണ്ട് ഇതിനു മുമ്പ് താൻ ഒരു വെഹിക്കിൾ ഷോറൂമിലായിരുന്നു ജോലി ചെയ്തിരുന്നതെന്ന്. അവിടെ ഒരു സ്കൂട്ടി എടുക്കാനായിരുന്നു രാജേന്ദ്രൻ വന്നത്. അങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടതും. എന്നാൽ രാജേന്ദ്രന്റെ വണ്ടി എടുത്തതിന്റെ പിറ്റേന്ന് തൊട്ട് കേടായിരുന്നു. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് രാജേന്ദ്രൻ കടയിലേക്ക് വരികയും അത് ശരിയാക്കുന്നതിനെ പറ്റി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ വണ്ടി ശരിയായില്ല, അത് ഇടയ്ക്കിടയ്ക്ക് കേടായിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രാജേന്ദ്രൻ ഇവിടെ വരുന്നതിനനുസരിച്ച് രേണുകയുമായിട്ട് സംസാരിക്കുകയും അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാവുകയും ചെയ്തു. എത്രയൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടും വണ്ടി ശരിയാക്കാത്ത കാരണം ഒരു ദിവസം കുറെ പടക്കവും വാങ്ങിച്ചുകൊണ്ട് വന്ന് രാജേന്ദ്രൻ ആ ഷോറൂമിലിട്ട് പൊട്ടിക്കുന്നു. ആ കടയ്ക്ക് ഒരുപാട് നാശനഷ്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണെങ്കിലും രാജേന്ദ്രൻ നല്ലൊരു മനുഷ്യനാണെന്നും തന്നെ നല്ലപോലെ കെയർ ചെയ്യാറുണ്ടെന്നൊക്കെ രേണുക പറയുന്നുണ്ട്. അവനൊരു മാവോയിസ്റ്റ് ആണെന്നാണ് അർമിയാസ് രേണുകയോട് പറയുന്നത്. എന്നാൽ രേണുക പറയുന്നുണ്ട് അയാൾ മാവോയിസ്റ്റ് ഒന്നുമല്ല, അയാൾ ഒരു കെമിസ്ട്രി ടീച്ചറാണ്. പക്ഷെ റിസോർട്ടിലെ മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിൽ അയാൾ ഉണ്ടായിരുന്നില്ലേ എന്നാണ് അർമിയാസ് ചോദിക്കുന്നത്. എന്നാൽ രേണുക പറയുന്നുണ്ട് ശരിക്കും ഒന്ന് സംഭവിച്ചത് മറ്റൊന്നാണെന്ന്. രേണുക റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിന്ന സമയത്ത് അവിടേക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവോയിസ്റ്റുകൾ വന്നു. പേടിച്ചുപോയ രേണുക എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. അവരാകട്ടെ രേണുകയെ ഭീഷണിപ്പെടുത്തി. അവർക്ക് ആഹാരം വേണമെന്നും കുറച്ച് ക്യാഷ് വേണമെന്നും പറഞ്ഞു. ഓഫീസിലുള്ള ക്യാഷ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് രേണുക അവരുടെ കൂടെ അവിടേക്ക് പോകുന്നു. രേണുക ഇവർ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാശു എടുത്തു കൊടുത്ത ശേഷം അവർ രേണുകയും കൊണ്ട് ഫ്രണ്ടിലേക്ക് വരികയായിരുന്നു. ആ സമയം മാവോയിസ്റ്റുകൾ അവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അർമിയാസും കൂട്ടരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ രേണുകയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജേന്ദ്രൻ ഈ മാവോയിസ്റ്റുകളൊക്കെ ധരിക്കുന്ന പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട്
വന്നായിരുന്നു. അവളെ ഇംപ്രസ് ചെയ്ത് അവൾക്കൊരു ബൊക്ക കൊടുത്ത് പ്രൊപ്പോസ് ചെയ്യാൻ വന്ന രാജേന്ദ്രനെ എല്ലാവരും തെറ്റിദ്ധരിച്ചു. മാവോയിസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് പോലത്തെ വസ്ത്രമായിരുന്നു അവനും ഇട്ടിരുന്നത്. കറക്റ്റ് സമയത്ത് തന്നെ പോലീസുകാരും മാവോയിസ്റ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനും ആരംഭിച്ചു. രാജേന്ദ്രൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിന്റെ ഇടയ്ക്ക് അർമിയാസുമായിട്ട് കൂട്ടിയിടിച്ചു. തന്റെ കയ്യിലെ ബൊക്ക താഴെ വീണത് കണ്ട് രാജേന്ദ്രൻ അത് എടുക്കാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ ആ സമയം അർമിയാസിന്റെ തോക്കും തൊട്ടടുത്ത് കിടപ്പുണ്ടായിരുന്നു. വെപ്രാളത്തിനിടയില് രാജേന്ദ്രൻ ബൊക്കയ്ക്ക് പകരം തോക്ക് എടുത്തുകൊണ്ടാണ് ഓടിയത്. രാജേന്ദ്രന്റെ മാവോയിസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അർമിയാസ് പിറകെ ഓടി. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുന്ന വഴിക്കാണ് രാജേന്ദ്രന്റെ കാലിന് പരുക്ക് പറ്റുന്നത്. പിറ്റേന്ന് മുതൽ സേതുവാകട്ടെ മിനിയുടെ ട്യൂഷൻ സെന്ററിൽ ട്യൂഷന് പോകാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അവർ പതിയെ പതിയെ പരസ്പരം ഇഷ്ടപ്പെടാനും തുടങ്ങി. അധികനാൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ രാജേന്ദ്രനാകട്ടെ തമിഴ്നാട്ടിലുള്ള തന്റെ ഒരു ഫ്രണ്ടിനെ കോൾ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ബോർഡർ വരെ വരണമെന്നും താൻ അവിടേക്ക് വരാം, തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്നും പറയുന്നു. എന്നാൽ ഇവനെ എല്ലാവരും മാവോയിസ്റ്റ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വാർത്തകളിലൂടെ ഇവന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അവർക്കെല്ലാം ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പേടിയായിരുന്നു. സീനിയേഴ്സ് ആയിട്ടുള്ള പോലീസുകാര് അർമിയാസിനോട് പറയുന്നുണ്ട്, നീ ജോലിക്ക് തിരിച്ചു കയറിക്കോ, മിസ്സായ തോക്കിന് പകരം ഞാൻ വേറൊരു തോക്ക് തരാന്ന്, ഇനിയിപ്പോ ആ മാവോയിസ്റ്റിന്റെ പറയുന്നു പോകണ്ടാന്ന്. എന്നാൽ അങ്ങനെ വിടാൻ പറ്റില്ലാന്നും അവനെ ഞാൻ കൈയോടെ പിടിക്കും, എന്റെ തോക്ക് തന്നെ ഞാൻ തിരിച്ചു വാങ്ങുന്നൊക്കെയായിരുന്നു അർമിയാസ് പറയുന്നത്. വാർത്തകളിലും എല്ലാം തന്നെ രാജേന്ദ്രനെ മാവോയിസ്റ്റുകളുടെ കൂട്ടത്തിലായിരുന്നു ഫോട്ടോസിലെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടിട്ട് രാജേന്ദ്രനും ആകെ ടെൻഷനിലായി. കാരണം താണ്ട് മാവോയിസ്റ്റ് അല്ലാന്ന് അയാൾക്കറിയാം. എല്ലാവരും അയാളെ മാവോയിസ്റ്റ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷെ മധുവിന്റെയും സേതുവിന്റെയും കൂടെയുള്ള ജീവിതം രാജേന്ദ്രൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ വീട്ടിൽ തന്നെ കൊണ്ടാവുന്ന പണികളെല്ലാം രാജേന്ദ്രൻ ചെയ്തു. നന്നായിട്ട് ആഹാരം പാകം ചെയ്യാനും തുടങ്ങി. എന്റെ മരിച്ചുപോയ അങ്കിളിന്റെ സ്ഥാനത്ത് മധു രാജേന്ദ്രനെ കാണുന്ന പോലെ സേതുവും കണ്ടു തുടങ്ങിയിരുന്നു. മധുവിനെ പുറത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴെല്ലാം തന്നെ ആ നമ്പ്യാര് തോക്ക് കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തുന്നതെല്ലാം തന്നെ രാജേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി രാജേന്ദ്രൻ സേതുവിനോട് പറയുന്നുണ്ട്, ആ നമ്പ്യാര് ട്രീ ഹൗസിൽ ഇല്ലാന്ന് തോന്നുന്നു, ഈ അവസരം മുതലെടുത്ത് അയാളുടെ തോക്കും അടിച്ചു മാറ്റാമെന്ന്. തോക്കുണ്ടെങ്കിലല്ലേ അയാൾക്ക് നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റൂ. രണ്ടുപേരും കൂടെ മരത്തിന്റെ താഴെ വരെ ചെന്നെങ്കിലും സേതുവിനെ ആ സമയം മധു കിടന്ന് വിളിക്കുകയായിരുന്നു. അത് കാരണം സേതു വീട്ടിലേക്ക് പോയി. മുറിവ് പറ്റി കാലുമായിട്ട് എങ്ങനെയൊക്കെ രാജേന്ദ്രൻ ഒറ്റയ്ക്ക് മുകളിലേക്ക് കയറി ആ തോക്കെടുക്കുന്നു. പക്ഷെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും മുമ്പ് ആ നമ്പ്യാര് മുകളിലേക്ക് കയറി വരുന്ന കാണുന്നുണ്ട്. രാജേന്ദ്രൻ പെട്ടെന്ന് തോക്ക് കാണിച്ച് അയാളെ പേടിപ്പിക്കുന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ തോക്കുമായിട്ട് രാജേന്ദ്രൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലൈസൻസ് പോലില്ലാത്ത ഈ തോക്ക് കണ്ടിട്ടാണോ നീ ഇത്രയും കാലം പേടിച്ചെന്ന് ചോദിക്കുന്നു. അയാൾ എന്തായാലും ഇനി നിന്നെ പേടിപ്പിക്കാൻ വരില്ല. അത് കേട്ട് സേതുവിന് കുറച്ച് സന്തോഷം തോന്നി. എന്നാൽ പിറ്റേന്ന് രാവിലെ അവൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നമ്പ്യാരുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നതായിരുന്നു അവൻ കണ്ടത്. തലേന്ന് രാത്രി രാജേന്ദ്രൻ നമ്പ്യാരെ കൊന്നുവെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. എന്നാൽ അവിടെ ഡോക്ടേഴ്സിനോട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്പ്യാര് ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്ന്. മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് രാജേന്ദ്രൻ നമ്പ്യാരെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പേടിയിൽ അയാൾക്ക് അറ്റാക്ക് വന്നതാണ്. തന്റെ കുടുംബത്തിനെ ചതിച്ച ഇയാളുടെ മരണം സേതു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഡെഡ് ബോഡിയും കൊണ്ടുപോകുന്ന വഴിക്ക് ഡ്രൈവർ കാണാതെ സേതു ആ ഡെഡ് ബോഡിക്ക് പോലും 2 അടി കൊടുക്കുന്നു. നമ്പ്യാരുടെ മരണത്തിൽ പങ്കെടുക്കാൻ അർമിയാസ് വന്നപ്പോൾ അയാളുടെ തോക്ക് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ എന്ന് സേതുവിനോട് ചോദിക്കുമ്പോൾ തനിക്കൊന്നും അറിയില്ല എന്നാണ് സേതു പറയുന്നത്. നമ്പ്യാര് മരിച്ച കാര്യം മധുവിനോട് പറഞ്ഞപ്പോൾ മധുവിനും സന്തോഷമായിരുന്നു. അന്ന് രാത്രി മുതൽ അവർ പേടിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. കാരണം മുകളിൽ നിന്ന് തോക്ക് കാണിച്ച് പേടിപ്പിക്കാൻ നമ്പ്യാരില്ലല്ലോ. ഇത്രയൊക്കെ പരസ്പരം കൂട്ടായിട്ട് പോലും രാജേന്ദ്രൻ താൻ മാവോയിസ്റ്റ് അല്ല എന്നുള്ള കാര്യം സേതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്ങാനും സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നോട് ഇവന് ഒട്ടും പേടിയില്ലാതെ ആകുമെന്ന് രാജേന്ദ്രന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ കള്ളം അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഒരു കുടുംബത്തെ പോലെയായിരുന്നു അവർ 3 പേരും അവിടെ കഴിഞ്ഞത്. രാജേന്ദ്രന്റെ ഇടയ്ക്ക് വീണ്ടും തന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട്. മൈസൂർ ബോർഡർ വരെയെങ്കിലും വണ്ടി കൊണ്ടുവന്ന് വരികയാണെങ്കിൽ താൻ അവിടെ വരെ എത്താമെന്നും തന്നെ ഇവിടെ നിന്നും ബോർഡർ കടത്തിക്കൊണ്ട് പോകണമെന്നും. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. ഇതിന്റെ ഇടയ്ക്കെല്ലാം മിനിയും സേതുവും കൂടുതൽ അടുത്തു. ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് മിനി തന്റെ അച്ഛനെയും കൊണ്ട് വരുന്നു. മിനിയുടെ അച്ഛന് നല്ല പനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഡ്യൂട്ടി തീരും മുമ്പ് അവിടുത്തെ ഡോക്ടർ പോകാൻ തുടങ്ങിയതും മിനി പ്രശ്നം ഉണ്ടാക്കുന്നു. തന്റെ അച്ഛനെ നോക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. അവിടെ നിന്ന് വേറെ ആൾക്കാരും ഡോക്ടറിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഈ ഡോക്ടർ പലതവണ സേതുവിനോട് മോശമായിട്ട് പെരുമാറുന്ന കാര്യം മിനിക്കും അറിയാമായിരുന്നു. എന്നാൽ പനി കുറച്ച് സീരിയസ് ആയിരുന്നു. അത് കാരണം ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മിനിയുടെ അച്ഛനെ മാറ്റുന്നു. ഇവിടുത്തെ ആൾക്കാരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നത്. എന്നാൽ ആ വണ്ടിയിൽ ഇവിടുത്തെ ഡോക്ടറിന്റെ കുരുമുളകും മറ്റു സാധനങ്ങളും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് മിനി പ്രശ്നം ഉണ്ടാക്കുന്നു. അതെല്ലാം ഇറക്കാൻ പറയുന്നുണ്ട്. സേതു അത് ഇറക്കാൻ തുടങ്ങിയതും മിനി പറയുന്നുണ്ട്, നീ ഇറക്കേണ്ട കാര്യമില്ല, ഡോക്ടറിന്റെ സാധനങ്ങളല്ലേ, ഡോക്ടർ വന്ന് ഇറക്കട്ടെ എന്ന്. മിനി പോയി അയാളെടുത്ത് വഴക്കിടുകയും ചെയ്യുന്നു. ദേഷ്യത്തോടെയാണെങ്കിലും അയാൾ അതെല്ലാം ഇറക്കി. മിനി അച്ഛനെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ബോർഡറിൽ വെച്ചിട്ട് അർമിയാസിനെ ഇവർ കാണുന്നുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് കാണിച്ചിട്ട് മിനി അച്ഛനെയും തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും നേരെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അത് കാരണം ലേറ്റ് ആയിട്ടാണ് പിറ്റേന്ന് സേതു എഴുന്നേറ്റത്. സേതു ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ജനറേറ്റർ കംപ്ലൈന്റ് ആയിട്ട് ഡോക്ടർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ലേറ്റ് ആയിട്ട് വന്നതിന്റെ പേരിൽ അവനെ വഴക്ക് പറയുന്നു. അവിടെ നിന്നിരുന്ന ഓട്ടോ ഡ്രൈവറും സേതുവിനെ ചീത്ത വിളിക്കുന്നു. നിനക്കൊക്കെ സമയത്തിന് നേരത്തിന് വന്ന് പണിയെടുത്തൂടെ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും തന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് കാരണം സേതുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഈ ജോലി നിർത്തിയിട്ട് ഇവിടെ നിന്ന് പോയാലോ എന്ന് വരെ സേതു ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ ആശുപത്രിയുടെ ഫ്രണ്ടിലെ മതിലില് ആരോ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രി അധികൃതരുടെ ചൂഷണം സമ്മതിക്കാനാവില്ല എന്നും അവർക്കെതിരെ
പ്രതികരിക്കണമെന്നും മാവോയിസ്റ്റ് എന്ന് താഴെ എഴുതിയായിരുന്നു ഈ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതോടെ പോലീസുകാരെ അന്വേഷിക്കാൻ വന്നു. ഇത് മാവോയിസ്റ്റ് ഒട്ടിച്ചതാണോ അതോ മറ്റാരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ഒട്ടിച്ചതാണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഡോക്ടർ പറയുന്നത് ഇന്ന് താൻ വരുന്നതിന് മുമ്പേ സേതു എത്തിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അവൻ ഒട്ടിച്ചതാകാനും സാധ്യതയുണ്ടെന്ന്. ആവശ്യമില്ലാതെ തന്റെ പേര് ഇതിലേക്ക് വലിച്ചടിക്കുന്നത് കണ്ടിട്ട് സേതുവിന് ദേഷ്യം വരുന്നു. സേതു ആ ഡോക്ടറെ തല്ലുന്നുണ്ട്. അതിന്റെ പേരിൽ അവന് സസ്പെൻഷൻ കിട്ടി. കുറെ കാലമായിട്ട് താൻ സഹിക്കുക, തനിക്കിനി സഹിക്കാൻ വയ്യാന്ന് ഇവൻ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് അർമ്യാസ് പറയുന്നുണ്ട്, ഇത്രയും കാലം അയാൾ പറഞ്ഞത് കേട്ടല്ലേ നീ നടന്നത്, ഇനിയും അങ്ങനെ തന്നെ നടക്കണമെന്ന്. സേതു ഈയിടെയായിട്ട് പ്രതികരിക്കാനും തുടങ്ങിയിരിക്കുന്നു, ആൾക്കാരോട് ദേഷ്യപ്പെടാനും തുടങ്ങിയിരിക്കുന്നു. അവന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളൊക്കെ അർമ്യാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സേതുവിന്റെ മേലുള്ള സംശയം കാരണം അർമ്യാസ് രാത്രിയിലെല്ലാം തന്നെ അവന്റെ വീട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ സേതു പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് അർമ്യാസ് വരുന്നു. ഡ്രസ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ രാജേന്ദ്രൻ. അർമ്യാസിനെ കണ്ടതും പെട്ടെന്ന് അവൻ പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന കബോർഡിലേക്ക് ഒളിക്കുന്നു. ആ സമയം അന്ന് നടന്ന സംഭവങ്ങളും രാജേന്ദ്രൻ ആലോചിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അർമ്യാസ് രാജേന്ദ്രന്റെ പിറകെ വന്ന സമയത്ത് രാജേന്ദ്രൻ ആ തൂക്കെടുത്തുകൊണ്ട് ഓടിയിരുന്നല്ലോ. കാടിനുള്ളിൽ ഒളിച്ചിരുന്ന രാജേന്ദ്രൻ കാണുന്നുണ്ടായിരുന്നു മറ്റു മാവോയിസ്റ്റുകളെല്ലാം തന്നെ അർമ്യാസ് ക്രൂരമായിട്ട് വെടിവെച്ച് കൊല്ലുന്നത്. അതുകൊണ്ട് പേടിച്ചാണ് രാജേന്ദ്രൻ അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്. രാജേന്ദ്രന്റെ തലയിൽ നിന്നും വീണ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അർമ്യാസ് ഈ കുറെ ദിവസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അത് അർമ്യാസിന്റെ തലയിൽ ഇരിക്കുന്നത് സേതുവും മധുവും കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വന്ന ശേഷം അർമ്യാസ് അവിടെ എല്ലാം പരിശോധിക്കുന്നു. അവിടെ എങ്ങും തന്നെ ആരെയും കണ്ടില്ല. തലയിൽ നിന്ന് തൊപ്പി ഊരി അവിടെ വെക്കുകയും ചെയ്തു. അർമ്യാസ് കയറിയിരുന്ന കബോർഡിനുള്ളിലായിരുന്നു രാജേന്ദ്രൻ ഒളിച്ചിരുന്നത്. ശബ്ദമുണ്ടാക്കാതെ ഇരിക്കുന്നത് കാരണം അർമ്യാസ് അവനെ ശ്രദ്ധിച്ചില്ല. ഇന്ന് 10ാം ക്ലാസ്സിലെ എക്സാം എഴുതാൻ പോയതായിരുന്നു നമ്മുടെ സേതു. എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് സേതുവിനെ ജാഫർ വന്ന് വിളിക്കുന്നു. നിന്റെ ചേട്ടന് സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനോട് കൂടി സേതു ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോഴേക്കും ചേട്ടനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പഴയ പോലെ അവന്റെ ചേട്ടൻ സംസാരിക്കുന്നില്ല, മിണ്ടാതെ തന്നെ കിടക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ജാഫർ പറയുന്നുണ്ട്, ഞാൻ വെറുതെ വീട്ടിലേക്ക് വന്നതാ, ആ സമയത്ത് ഇവൻ ഇങ്ങനെ കിടക്കുന്നതാ കണ്ടതെന്ന്. പെട്ടെന്ന് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാക്കി. എന്താ സംഭവം എന്ന് തനിക്കോ അറിയില്ല എന്ന് പറയുന്നു. മധുവിനെ കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും രാജേന്ദ്രനെ അവിടെയെങ്ങും കാണാത്തത് കാരണം സേതു ആകെ ടെൻഷനിലായി. മധുവിന്റെ ഫോണും കൊണ്ടാണ് രാജേന്ദ്രൻ പോയിരിക്കുന്നത്. അതുമാകട്ടെ ഒന്നും മിണ്ടുന്നുമില്ല. എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. മധുവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സേതുവിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാർക്കോസ് ആണ്, എന്താ അതിനോട് മിണ്ടാത്തെന്നൊക്കെ ചോദിച്ചിട്ട് സേതു അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് മധു പറയുന്നുണ്ട്, ഇനി നീ അഭിനയിക്കേണ്ട എന്ന്. എന്റെ മാർക്കോസ് അങ്കിള് എന്നെ വിട്ടിട്ട് പോയെന്നും അയാൾ മരിച്ചുപോയെന്നും ഞാൻ മനസ്സിലാക്കിയെന്ന്. അത് കേട്ടതും സേതു ഞെട്ടിപ്പോയി. ഇത്രയും കാലം അയാൾക്കറിയാത്ത സത്യം അയാൾ ഇപ്പോൾ എങ്ങനെ അറിഞ്ഞു എന്നാണ് സേതു ചിന്തിച്ചത്. ആ സത്യം അറിഞ്ഞതോടുകൂടി പൂർണ്ണമായിട്ടും മധു തകർന്നിട്ടുണ്ടായിരുന്നു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അയാൾ മരിക്കുകയും ചെയ്തു. അയാളുടെ മരണാന്തര ചടങ്ങില് വൈഫ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും സ്നേഹത്തിന്റെ പുറത്തൊന്നും ആയിരുന്നില്ല വന്നിരുന്നത്. മരിച്ചുപോയ മധുവിന്റെ ഷെയർ വാങ്ങിക്കാനായിരുന്നു. ഒന്നുകിൽ ഈ വീട് മുഴുവൻ അവർക്ക് കൊടുത്തിട്ട് അതിലൊരു ഷെയറും വാങ്ങിയിട്ട് ഇവിടെ നിന്നും സേതു നാടുവിട്ടു പോണം, അതല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് സേതുവിന് വേണമെങ്കിൽ ഈ വീടെടുക്കാം. കാശ് കൊടുക്കാൻ അവന്റെ കയ്യിലില്ല. കുറച്ച് ഷെയറും വാങ്ങി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകാനൊരു ഇടവില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയാതിരിക്കുകയായിരുന്നു അവൻ. മധുകൂടി ഇല്ലാതായതോടുകൂടി ആ വീട്ടിൽ സേതു ഒറ്റയ്ക്കായി. അവന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇടയ്ക്കിടയ്ക്ക് മധുവിന്റെ സൗണ്ട് കേൾക്കുന്നത് പോലെ തോന്നി. പക്ഷേ വീട്ടിൽ നിന്നും അവൻ അർമ്യാസ് ധരിച്ചിരുന്ന ആ തൊപ്പി കണ്ടെത്തുന്നു. അതോടുകൂടി അവന് മനസ്സിലായി അന്നിവിടെ അർമ്യാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. പക്ഷെ ജാഫർ ആ വിവരം സേതുവിനോട് പറഞ്ഞിട്ടില്ല. അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരുന്നു. പിറ്റേന്ന് ജാഫറും അർമ്യാസും അവിടേക്ക് വരുന്നു. ആ വീടിന്റെ ഷെയറിന്റെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കണമെന്ന് അവനോട് പറയുന്നു. കൂടാതെ അവന്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യാമെന്നും പറയുന്നു. അവനുമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഡോക്ടർ ഇവിടെ നിന്ന് സ്ഥലം മാറി പോവുകയാണ്. അതുകൊണ്ട് നിനക്കിനി പേടിക്കേണ്ട കാര്യമില്ല. ഡോക്ടർ ഇവിടെ നിന്ന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പാർട്ടി വെച്ചിട്ടുണ്ടെന്നും ആ പാർട്ടിയിലേക്ക് നീ വരണമെന്നും ജാഫർ സേതുവിനോട് പറയുന്നു. പക്ഷെ സേതു ആകെ മാനസിക നില തകരാറിലായ അവസ്ഥയിലായിരുന്നു. ചേട്ടനെ നഷ്ടപ്പെട്ടതിന് കാരണം മറ്റാരോ ആണെന്ന് അവന് ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ രാജേന്ദ്രൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ആ ഡ്രസ്സുകളും തോക്കും എല്ലാം എടുത്തിട്ടായിരുന്നു അന്ന് സേതു ആ പാർട്ടിയിലേക്ക് പോയത്. പാർട്ടിയിൽ വെച്ചിട്ട് ജാഫറിനെ സേതു ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കും അന്ന് ജാഫർക്ക് തന്നെയാണോ തന്റെ ചേട്ടനെ കണ്ടതെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നും ചോദിക്കുന്നു. അപ്പോഴാണ് ജാഫർ സത്യം തുറന്ന് പറയുന്നത്. അർമ്യാസ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ വന്നതെന്നും മധുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയതെന്നും പറയുന്നു. മാവോയിസ്റ്റിനെ തേടിയാണ് അർമ്യാസ് നിന്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ ആ വീട്ടിൽ നടന്നത് എന്താണെന്ന് തന്നോട് പറഞ്ഞില്ല എന്നും ജാഫർ പറയുന്നു. അങ്ങോട്ടേക്ക് വന്ന ഡോക്ടറിനെ സേതു ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് സോറി പറയണമെന്ന് പറയുന്നു. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയത് കാരണം ഡോക്ടർ ആൾക്കാരുടെ ഇടയിലേക്ക് പോയിട്ട് അവരുടെ എല്ലാം മുന്നിൽ വെച്ച് സ്റ്റേജിൽ കയറിയിരുന്ന് സേതുവിനോട് മാപ്പ് പറയുന്നു. സേതു അവരുടെ ഭ്രാന്തനെ പോലെ കൈയടിക്കുന്നുണ്ടായിരുന്നു. ജാഫർ പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തുടങ്ങിയതും സേതു അയാളുടെ വണ്ടിക്ക് നേരെ വെടിയുതിർക്കുന്നു. അതോടെ ആൾക്കാരെല്ലാം പേടിച്ചോടാൻ തുടങ്ങി. സംഭവറിഞ്ഞ അർമ്യാസ് സേതുവിനെ ലൊക്കേറ്റ് ചെയ്ത് അവനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. സേതു ആ സമയം കാട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പണ്ട് സേതുവും ചേട്ടനും അങ്കിളും കൂടി അവിടെയുള്ളൊരു കുടിൽ പോയി താമസിക്കാറുണ്ടായിരുന്നു. ആ സ്ഥലത്തെ പറ്റിയൊക്കെ രാജേന്ദ്രനോടും സേതു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തേക്കാണ് സേതു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ കുടിലെത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് രാജേന്ദ്രനെ സേതു കാണുന്നുണ്ട്. പേടിച്ചറിണ്ട് അവിടെ കിടന്നുറങ്ങിയായിരുന്നു രാജേന്ദ്രൻ. സേതുവിനെ കണ്ടതും രാജേന്ദ്രൻ ഞെട്ടി എഴുന്നേൽക്കുന്നു. താൻ മാവോയിസ്റ്റ് ഒന്നും അല്ലാന്നുള്ള സത്യം രാജേന്ദ്രൻ സേതുവിനോട് പറയുന്നു. രാജേന്ദ്രനിൽ നിന്നാണ് സേതു ശരിക്കും നടന്ന കാര്യങ്ങളെല്ലാം അറിയുന്നത്.
കാണിക്കുന്നത്. അന്ന് രാജേന്ദ്രനെ തേടി സേതുവിന്റെ വീട്ടിലേക്ക് കയറിയ അർമിയാസ് ആകട്ടെ മധു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. മാർക്കോസെ നീ എവിടെയാടാന്ന് ചോദിച്ചുകൊണ്ട് മധു കിടന്ന് വിളിക്കുന്നത് കേട്ട് ദേഷ്യം വന്ന അർമിയാസ് അയാളോട് പോയി പറയുന്നുണ്ട്, എന്റെ അച്ഛൻ മാർക്കോസ് 12 വർഷം മുമ്പേ മരിച്ചുപോയെന്ന്, താൻ ഇതൊക്കെ വെറുതെ ഹാലുസിനേറ്റ് ചെയ്യുന്നതാണെന്ന്, ആ പ്രശ്നങ്ങളിലേക്കൊക്കെ തന്റെ അച്ഛനെ കൊണ്ട് ചാടിച്ചതും നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോസും മധുവിനെ കുറെ വഴക്ക് പറയുന്നു. അത് മധുവിന് വലിയൊരു ഷോക്കായിരുന്നു. ഇത്രയും കാലം മാർക്കോസിനെ ഹാലുസിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന മധുവിന് അപ്പോൾ മനസ്സിലായി അന്ന് നടന്ന ആ പ്രശ്നത്തില് മാർക്കോസ് മരിച്ചുവെന്നും ഇത്രയും കാലം സേതു തന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നുവെന്നും. അർമിയാസും പറയുന്നുണ്ട്, നിന്റെ അനിയനാണ് നിന്നെ ഭ്രാന്തനാക്കുന്നതെന്നും നിന്നെ പറ്റിക്കുന്നതെന്നും. ഈ ഷോക്കായിരുന്നു ശരിക്കും മധുവിനെ തളർത്തിയതും മരണത്തിലേക്ക് നയിച്ചതും. അർമിയാസിനോടുള്ള ദേഷ്യം സേതുവിന് കൂടി വരികയായിരുന്നു. ആ സമയം ഇവരെ തേടി അർമിയാസ് അവിടേക്ക് വരുന്നു. രക്ഷപ്പെട്ടോടാൻ ശ്രമിച്ച ഇവരാകട്ടെ ഒരു കുഴിയിൽ പോയി വീഴുന്നു. കുഴിയുടെ മുകളിലേക്ക് വന്ന അർമിയാസ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് രാജേന്ദ്രനെയായിരുന്നു. തലയ്ക്ക് വെടിയേറ്റ് രാജേന്ദ്രൻ തൽക്ഷണം മരിച്ചു. ദേഷ്യം വന്ന സേതു ആകട്ടെ അർമിയാസിനെ ഷൂട്ട് ചെയ്യുന്നു. വെടികൊണ്ട അർമിയാസും താഴേക്ക് വീഴുന്നു. പിന്നെ രണ്ടുപേരും അവിടെ കിടന്ന് വലിയ ഫൈറ്റാണ് നടത്തുന്നത്. സേതുവിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. താൻ ഇഷ്ടപ്പെട്ടവരെ എല്ലാം കൊന്ന അർമിയാസിനോടുള്ള ദേഷ്യം സേതുവിനെ ശരിക്കും ഭ്രാന്തനാക്കി മാറ്റി. കല്ലുകൊണ്ട് അർമിയാസിന്റെ തല സേതു അടിച്ചു പൊട്ടിക്കുന്നു. അതിനുശേഷം ആ തോക്ക് എടുത്തുകൊണ്ട് കാടും കടന്ന് ദൂരേക്ക് പോകുന്നു. പതിയെ അവനും ഒരു മാവോയിസ്റ്റായി മാറുകയായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.